ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ എ ഡ്രാമ ലവ്. നേരത്തെ ഓളേക്കും എന്തേന്ന് നിൽക്കും. അപ്പോൾ ജോ ഓടി വന്നാണ്ട് ഞാൻ എന്തായാലും പറഞ്ഞ കാര്യം എൻ്റെ മൈൻഡിൽ തന്നെ വെക്കണം, വേറെ ആരോട് പറയത്തിട്ട് വരും. പക്ഷെ ആ നേരത്ത് ഓൾ തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അതായത് കെഷാനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഓനങ്ങനെ വന്ന് അവളെ ടച്ച് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ ഓൾ ആകെ എന്തോ ഉണ്ടാവും. അപ്പോൾ ഓളിങ്ങനെ പറയും, തലയാട്ടിട്ട് ഓക്കെ ഞാൻ പറയില്ല ആരും. അങ്ങനെ ജോ എന്തെങ്കിലും തിരിച്ചു പോകും. പക്ഷേ കെഷാന് ആകെ ഭയങ്കര ഓളെ സംബന്ധിച്ചുള്ള ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ റൈസ് ചെയ്തിരുന്നു. അപ്പോൾ ഭയങ്കര ഫീൽസ് ആയിരിക്കും. ഓളിങ്ങനെ ബ്ലഷ് ഉണ്ടാവും. ദെൻ ചെല്ലാനും യൂഫിനെ കാണിക്കുന്നത്. അപ്പോൾ ഓരോന്നും സംസാരിക്കാതെ ഇങ്ങനെ നടന്നു വരും. അങ്ങനെ അവർ രണ്ടാളും തിരിയേണ്ട ഡയറക്ഷൻ എത്തും. അന്നേരത്ത് രണ്ടാളും സ്റ്റോപ്പാവും. അങ്ങനെ യൂഫി ചെല്ലാനും യൂഫിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ചെല്ലാൻ പറയും യൂഫി ആദ്യം പോയിക്കോ പറയും. അന്നേരത്ത് ചെല്ലാൻ യൂഫി ഓക്കെ അറിയാം, ആദ്യം തലാട്ടും. എന്നുള്ളൊരു നമുക്ക് നാളെ കാണാറ് അങ്ങനെ സീ പറഞ്ഞ് നിൽക്കും. പക്ഷെ രണ്ടാളും തിരിയില്ല. ഇങ്ങനെ എന്തെങ്കിലും അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗുഡ് നൈറ്റ് എന്ന് പറയും. അപ്പോൾ അവന് ഗുഡ് നൈറ്റ് എന്ന് പറയും. ഈ ആദ്യം പോയിക്കോ പറയും. അപ്പോൾ എന്നാൽ ഈ ആദ്യം ഒരു ലാസ്റ്റ് അവളെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാക്കും ഒപ്പരം പോകാം. യൂഫി നോക്കിയാൽ അങ്ങനെ ഒരു 1 2 3 എന്ന് പറഞ്ഞാണ്ട് രണ്ടാളും ചെയ്യും, രണ്ട് ഡയറക്ഷനിലേക്ക് തിരിയും. പക്ഷെ അവർ കംപ്ലീറ്റ്ലി അങ്ങനെ പോയിണ്ടാവില്ല. രണ്ടാളും രണ്ട് ഡയറക്ഷനിൽ തന്നെ സ്റ്റോപ്പ് ആവും. അവരവിടുന്ന് തിരിഞ്ഞു നോക്കും. അപ്പോൾ യൂഫി ചെല്ലാനും യൂഫി നോക്കി നേരത്തെ ചെല്ലാൻ അങ്ങനെ ചിരിക്കും. അപ്പോൾ യൂഫി ആദ്യത്തെ മാത്രം നല്ല യൂഫി ഒന്നും കൂടി കംഫർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ യൂഫി ഓളങ്ങനെ നോക്കി ചിരിക്കും. കെഷാന കാണിക്കുന്നത്, കെഷാന ആകെ ബ്ലഷായി ഉള്ളൊരു ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ റൈസ് ചെയ്തൊരു മൂമെൻ്റ് ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവൾ ഇങ്ങനെ ജോവിൻ്റെ ഫോട്ടോ ഉണ്ടാവും അവളെ കയ്യിൽ, അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട്. ദെൻ ചെല്ലാനും അവളെ റൂമിലെത്തും. ചെല്ലാനും ഭയങ്കര ഹാപ്പി ആയിരിക്കും. നേരത്തെ യൂഫിനെ കാണിക്കുന്നുണ്ട്. യൂഫി അവൻ്റെ പെയിൻറ്റിങ് റൂമിൽ അവന് ഫുൾ സെറ്റായിട്ട് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കിയിരിക്കും. എന്നിട്ട് അവന് ഇന്ന് ഫേസ് വീലിൽ നടന്നിന് ആ ഒരു മൊമെൻറ്റ് കാര്യങ്ങളായിരിക്കും അവൻ്റെ ഹെഡ് ബീറ്റ് കാര്യങ്ങൾ റേസ് ആയി. അങ്ങനെ അത് ആലോചിച്ചിട്ടായിരിക്കും പിന്നെ പെയിൻറ്റ് ചെയ്യുന്നത്. മാത്രമല്ല അവൻ്റെ പ്രൊഫസർ പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ മൈൻഡിലുണ്ടാവും. അങ്ങനെ അവൻ്റെ കണ്ണുറക്കാതിരിക്കും ആ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഞാനോ വരച്ച് കഴിഞ്ഞ് കണ്ണോ തുറക്കുമ്പോൾ ചെല്ലാനിരിക്കും അവന് വരച്ചിട്ടുണ്ടാവുക. എന്നിട്ട് അവന് എന്താ എന്താണ് ഇത് ഞാൻ തന്നെയാണ് പെയിൻറ്റ് ചെയ്ത് നിൽക്കും. അവന് അത്ഭുതം തോന്നും ആ ഒരു പെയിൻറ്റിങ് കാര്യങ്ങൾ കാണുമ്പോൾ. ദെൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് കാണിക്കണേ. അപ്പോൾ ചെല്ലാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കണ്ണൂരോടൊക്കെ മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ നേരത്തെ ഫ്രണ്ട്സിനെ പറയും, ഇതിപ്പോൾ എന്താ ചെല്ലാൻ പറ്റി ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. അപ്പോൾ ഫ്രണ്ട് അറിയും താഴെയായിട്ട് ഓനിപ്പോൾ ബ്രേക്ക് ചെയ്തേണ്ടിയിരിക്കും വരും. അപ്പോൾ ഓളറിയും ഫ്രണ്ട് അറിയും മാത്രമല്ല ഓൾ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങൾ എന്നോ ഓൾ ബ്രേക്ക് ചെയ്തതിന് ഇപ്പോൾ ഓൾ വേറെ ആരെങ്കിലും കാണുന്നുണ്ടാവും വരും. എന്തായാലും നമുക്ക് പറഞ്ഞിട്ട് ഓൾ പോകും. ദെൻ ഓരോ ക്ലാസ്സിലുള്ള സീനെ കാണിക്കുന്നത്, ക്ലാസ് മീൻസ് കോളേജിലെ ഉള്ളിലിരുന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടാവും, യൂഫിയും ഓളുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അതിൽ ശരിയാ പറയും ചില ഫോട്ടോസ് ചെയ്തെടുക്കണ്ടോ അതിൽ ഞാൻ എന്തോ പോലെ ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഫ്രണ്ട് അറിയും ചാങ് പറഞ്ഞത് ഓൻ്റെ ജീവിതത്തിൽ ഓന് ഈ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ പറഞ്ഞ് കാണിച്ചതാണ് അവർ. അപ്പം ചില ഈ ഒരു 8 വർഷത്തിലേക്കും പറയാം ആരും അങ്ങനെ പറയായിരുന്നു. ഇങ്ങനെ നല്ല പിക്ചേഴ്സ് ചെയ്താൽ അതിങ്ങനെ ചൂസ് ചെയ്യും. എന്നിട്ട് ഫ്രണ്ട് വയ്ക്കും ഈ കൽപ്പിച്ചു കൂട്ടി യൂഫിൻ്റെ ഫോട്ടോ അത് ഇങ്ങനത്തെ എടുത്തല്ലേ നിൽക്കും. അപ്പോൾ ഓളോ മുഖത്തന്നെ ഉണ്ടാവും ഒരു സ്മൈൽ. അപ്പോൾ ഫ്രണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷനിലാണോ ഒപ്പം നിൽക്കും. അപ്പോൾ ചെല്ലാൻ ഒന്നും പറയാതെ നിൽക്കും. എന്നിട്ട് അവൻ്റെ മോളെ മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ യൂഫി കറക്റ്റായിട്ട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ആരോടെങ്കിലും ഇപ്പോൾ പറയാൻ പറ്റിയ സ്റ്റേജിൽ എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ കിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനം ഉള്ളൊരു അങ്ങനെയൊന്നുമില്ല, ഞാൻ നല്ല പിക്ചർ ചെയ്ത് അത് സെലക്ട് ചെയ്യാനുണ്ട് അങ്ങനെ പറഞ്ഞാണ് അവർ. അപ്പോൾ ഫ്രണ്ട് അറിയാം ഞാൻ എന്തായാലും വെറുതെ ജസ്റ്റ് കാഷ്വലി ചോദിച്ചിട്ടുള്ളൂ, എനിക്കറിയാം എന്തായാലും നടക്കില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് നടക്കില്ല എന്ന് പറയും. അവർ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ട്രഡീഷൻ ഉണ്ട്, അതായത് ഗ്രാജുവേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം ഒരു പെയിൻറ്റിംഗ് ബ്രഷ് ചോദിക്കാറുണ്ട്. അത് വലിയൊരു കാര്യമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടുള്ളത്. അതായത് സീനിയർ അടുത്ത് നിന്നൊക്കെ ഒരു പെയിൻറ്റിംഗ് ബ്രഷ് ചോദിക്കാറുണ്ട്. അങ്ങനെ അതുപോലെ ഒരു സ്വിറ്റ് കാര്യങ്ങൾ നമുക്ക് പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ സീനിയേഴ്സ് അവരുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ജൂനിയേഴ്സിനൊക്കെ പാസ് ചെയ്യലൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ സീനിയേഴ്സ് കാര്യങ്ങളൊക്കെ അത്രയും നല്ല ഭംഗിയുള്ള ഹാൻസം ടാലൻറ്റഡ് ഒക്കെ ആണെങ്കിൽ പിന്നെ ഗേൾസ് കാര്യങ്ങളൊക്കെ ജൂനിയർ ഗേൾസൊക്കെ ക്യൂ നിന്നിട്ട് ഓരോ പെയിൻറ്റിംഗ് ബ്രഷ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഓളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഷൈനിയാൽ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഓളിങ്ങനെ രസമായിട്ട് ഇങ്ങനെ കേട്ടിക്കും. അപ്പോൾ ഫ്രണ്ട് അറിയും ഇപ്പം പണ്ടത്തെ അതിലൊന്നുമല്ല, ഇപ്പോൾ ഇതൊരു കൺഫെഷൻ ഓഫ് ലവ് ഒക്കെ ആയിട്ട് മാറിയെന്ന് അറിയും. ഷൈനിയാൽ നിൽക്കുമ്പോൾ എന്താ നിൽക്കുമ്പോൾ ഇപ്പം സീനിയേഴ്സിനോട് അങ്ങനെ ജൂനിയേഴ്സ് ബ്രഷ് വയ്ക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ സീക്രറ്റായിട്ട് കുറേ കാലമായിട്ട് ഇഷ്ടത്തിലായിരുന്നെങ്കിലും പ്രണയത്തിലായിരുന്നൊക്കെയാണ്. അപ്പം എനിക്ക് സീനിയർ കാര്യങ്ങളൊക്കെ തരികയാണെങ്കിൽ അതിനർത്ഥം ഒരു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്.